സർദാർ പട്ടേലിന്റെ 150ാം ജന്മദിനത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് സംസാരിക്കുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ ഇന്ന് കണ്ടു. ഇന്ത്യ വിഭജനത്തിന് ജവഹർലാൽ നെഹ്റു കൂട്ടുനിന്ന് എന്നാണ് മോദി പറഞ്ഞത്. വന്ദേമാതരം നിരോധിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്നും വിമർശനമുണ്ടായി. പട്ടേലിനെയും നേതാജിയെയും കോൺഗ്രസ് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ മോദിക്കെതിരെ മല്ലികാർജുൻ ഖാർഗെയും തിരിച്ചടിച്ചു. ഗുജറാത്തിലെ കേവഡിയയിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനാഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർദാർ പട്ടേലിന്റെ വീക്ഷണത്തെ കോൺഗ്രസ് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ലെന്ന് മോദി വിമർശിച്ചു. കശ്മീരും ഇന്ത്യയും ഇതിന് വലിയ വില നൽകേണ്ടി വന്നെന്ന് അദ്ദേഹം പറഞ്ഞു. सरदार साहब चाहते थे पूरे कश्मीर का विलय हो, लेकिन नेहरू जी ने उनकी वो इच्छा पूरी नहीं होने दी. कश्मीर पर कांग्रेस ने जो गलती की थी. ഭീകരതയ്ക്ക് മുന്നിൽ കോൺഗ്രസ് കീഴടങ്ങിയെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. കോൺഗ്രസിന്റെ വിഡ്ഢിത്തങ്ങൾ ഇന്ത്യ ഇപ്പോഴും അനുഭവിക്കുകയാണെന്നും പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ അടിമകളായ ഇവർ കുടുംബവാഴ്ചയ്ക്ക് കളമൊരുക്കിയെന്നും വിമർശനം തുടർന്നു. कांग्रेस ने अंग्रेजों से केवल पार्टी और सत्ता ही नहीं पाई, बल्कि कांग्रेस ने गुलामी की मानसिकता को भी आत्मसात कर लिया था. നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ഉറപ്പു നൽകിയ പ്രധാനമന്ത്രി കോൺഗ്രസ് നുഴഞ്ഞുകയറ്റക്കാരെ മുന്നിൽ നിർത്തി രാഷ്ട്രീയം കളിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. പട്ടേലിനെ ആദരിക്കുന്നുണ്ടെങ്കിൽ മോദി RSSനെ നിരോധിക്കാൻ തയ്യാറാകണം എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തിരിച്ചടിച്ചത്. ഗാന്ധി വധത്തിൽ സർദാർ പട്ടേൽ കുറ്റപ്പെടുത്തിയ സംഘടനയാണ് RSS എന്നും അദ്ദേഹം വിമർശിച്ചു. अगर उसको मर्यादा प्रधानमंत्री देते हैं, शाह देते हैं, तो इसको होना चाहिए. और देश में जो कुछ लॉ एंड ऑर्डर का प्रॉब्लम भी क्रिएट हो रहा है, ये सब बीजेपी और RSS की वजह से. കേവഡിയയിലെ പട്ടേലിന്റെ പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. കേന്ദ്ര പോലീസ് സേനാംഗങ്ങളുടെ മാർച്ച് പാസ്റ്റും ഉണ്ടായി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.